ഡൽഹിയിൽ ഇപ്പോൾ വലിയൊരു സ്ഫോടനം നടന്നിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിൽ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതായത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് പരിക്കേറ്റ വാർത്തയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ തിക്രി കലാൻ മേഖലയിലെ CNG പമ്പിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ട്രക്കിൽ കംപ്രസ് നാച്ചുറൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒരാളുടെ മരണം ഡൽഹി പോലീസ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റാർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി ഇപ്പോൾ ഡൽഹി പോലീസ് പരിശോധിക്കുകയാണ്. അന്തിമമായ ഒരു സ്ഥിരീകരണം കുറച്ച് മണിക്കൂറിന് ശേഷം മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. പമ്പ് ജീവനക്കാർ CNG നിറയ്ക്കുന്നതിനിടയിലാണ് അപകടം നടന്നത് എന്നാണ് പ്രാഥമികമായ വിവരം. സ്ഫോടനം നടക്കുമ്പോൾ നിരവധി പേർ പമ്പിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിയോട് കൂടിയാണ് സംഭവം നടന്നത് എന്നാണ് ഡൽഹി ഫയർ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഡൽഹി ഫയർ സർവീസിന് സംഭവം ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതും വൈകുന്നേരമാണ്. ട്രക്കിന് സമീപം നിന്നിരുന്നവർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സ്ഫോടന വിവരം ലഭിച്ച ഉടൻ തന്നെ ഡൽഹി ഫയർ സർവീസിലെ 6 ഫയർ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തി എന്നുള്ളത് ഇതിന്റെ എത്രത്തോളം തോത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേസമയം പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സ്ഫോടനത്തിനുള്ള കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. റിഫ്യൂലിംഗിനിടയിൽ ട്രക്കിന്റെ ഗ്യാസ് ടാങ്ക് പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം എന്താണെന്ന് കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ട്രക്കിന്റെ CNG സിലിണ്ടറിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെയാണ് മനീഷ് കൊല്ലപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മറ്റ് 2 പേരും പിന്നീട് പരിക്കുകൾ മൂലം മരിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് മൊത്തം 3 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന സ്ഥിരീകരിക്കാത്ത ഒരു വിവരങ്ങൾ. അത് കൃത്യമായി തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഡൽഹി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ഔദ്യോഗികമായി എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു എന്ന കൃത്യമായ ഒരു കണക്ക് ലഭിക്കുകയുള്ളൂ. പ്രദേശത്ത് നിലവിൽ ഇപ്പോൾ പോലീസും അഗ്നിശമന സേന വിഭാഗങ്ങളുടെ വലിയൊരു സംഘങ്ങൾ തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനിയും ഒരു സ്ഫോടനം നടക്കാനുള്ള ഒരു സാധ്യത അഗ്നിശമന സേനയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും തള്ളിക്കളയുന്നില്ല. സ്ഫോടന സമയത്ത് സമീപത്തുണ്ടായിരുന്നതും പരിക്കേറ്റതുമായ 6 പേരെയാണ് ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സ്ഫോടനത്തിന്റെ കൃത്യമായ കാരണം ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ശ്രമങ്ങൾ എങ്ങാനോ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം അടുത്ത മാസം സെപ്റ്റംബർ 12-ാം തീയതി ബ്രിക്സ് സമ്മിറ്റ് ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിലെ നേതാക്കളടക്കം ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ ബ്രിക്സ് ഉച്ചകോടി നടക്കാതെ ഇരിക്കാൻ വേണ്ടി ലോക നേതാക്കളെയൊക്കെ ഒന്ന് സുരക്ഷാ പ്രശ്നമാണ് ഡൽഹിയിൽ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം, ഒരു അട്ടിമറി ആസൂത്രണം നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗവും ഡൽഹി പോലീസും അടക്കം ഇപ്പോൾ അന്വേഷിക്കുന്നത്.